എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ഒരു പ്രണയത്തിലാണ്, പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. എന്തു ചെയ്യും, അല്ലേ? ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ. അതെ, നമ്മുടെ കൗമാരപ്രായം കഴിഞ്ഞുള്ള യുവാക്കൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പങ്കാളിയെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാണ് നാം എല്ലാവരും. മിക്കവാറുമുള്ള എല്ലാ പ്രണയഗാഥകളും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ ആയിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത് സഡൻ ബ്രേക്ക് ഇട്ട പോലെ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു നിൽക്കാറുണ്ട്. ഇതിന് കാരണം ഒരുപക്ഷെ നിങ്ങൾ പങ്കാളിയുമായിട്ടുള്ള പ്രണയബന്ധത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടപെടലുകളായിരിക്കാം. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പൊട്ടിത്തെറികളും കലഹങ്ങളും വരെ ഉണ്ടാക്കിയേക്കാം. ഈ കാലഘട്ടത്തിൽ ഇത്തരം അവസ്ഥകളിൽ അകപ്പെടുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുന്നവരുടെയും വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നവരുടെയും ഒക്കെ എണ്ണം ഒട്ടും കുറവല്ല. കുടുംബാംഗങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ പങ്കാളിയെ അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ വളരെയധികം പ്രതീക്ഷയോടെ ആയിരിക്കാം നാം അതിനെ നേരിടുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളും അവരെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്നവരായ നമ്മുടെ കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടൊപ്പമെല്ലാം പങ്കാളി കുശലം പറഞ്ഞ് ചുറ്റിത്തിരിയുന്നതൊക്കെ നമ്മളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കില്ലേ? ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഇതിന് വിപരീതമായി നിങ്ങളുടെ മാതാപിതാക്കളും കുടുംബങ്ങളും ഒക്കെ നിങ്ങളുടെ പങ്കാളിയെ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ? ഇതിന്റെ പേരിൽ വഴക്കുകളും കലഹങ്ങളും ഒക്കെ വീടുകളിൽ ഉണ്ടാകുമ്പോഴെല്ലാം നാം ഓരോരുത്തരും സങ്കടക്കടലിൽ ആഴ്ന്നു പോയേക്കാം. നിങ്ങളുടെ പങ്കാളിയോട് അവർക്ക് താല്പര്യമില്ല എന്ന് തീർത്തു പറയുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ദേഷ്യവും പ്രതിരോധവും ഒക്കെ ആയിരിക്കും. അവർ പറയുന്നത് കേട്ട് അവരോട് കോപിക്കുകയും പിന്നീടുള്ള നിങ്ങളുടെ ബന്ധം അവരിൽ നിന്ന് രഹസ്യമായി സൂക്ഷിക്കുകയും ഒക്കെ ആയിരിക്കും സ്വാഭാവികമായി നാം പിന്നീട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. എന്നാൽ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാകും നല്ലത്. ആരോഗ്യകരമായ എല്ലാ ജീവിത ബന്ധങ്ങളും കെട്ടിപ്പടുത്തിരിക്കുന്നത് വിശ്വാസം, ബഹുമാനം, ആശയവിനിമയം എന്നിവയാലാണ് എന്നാണ്. അതിൽ പ്രണയം മാത്രമല്ല, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളും ഉൾപ്പെടും. വീട്ടുകാരുടെ എതിർപ്പിനെ ഭയന്ന് പലരും ചെയ്യുന്നത് അവരുടെ ബന്ധങ്ങൾ കുടുംബത്തിൽ നിന്നും മറച്ചുവെച്ച് രഹസ്യമായി സൂക്ഷിക്കുക എന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രമാത്രം ഭയത്തോടെയും ടെൻഷനോടെയുമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിയതമനെയോ പ്രിയതമയെയോ കാണാൻ പോകുന്നതും സംസാരിക്കുന്നതുമെല്ലാം. ആരെങ്കിലും കാണും, സംസാരിക്കുന്നത് ആരെങ്കിലും കേൾക്കും. അങ്ങനെ എന്തെല്ലാം അസ്വസ്ഥ ചിന്തകളായിരിക്കും. ഇതിന് പകരമായി ചങ്കൂറ്റത്തോടെ കാര്യങ്ങളെ നേരിടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ആരോഗ്യകരമായ ഒരു ബന്ധമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അതായത് അവരുമായി സംസാരിക്കുന്നത് സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അവരോട് പങ്കാളിയെ പറ്റി തുറന്നു പറയുന്നതിനെ പറ്റി ചിന്തിക്കാം. പങ്കാളിയെ കുറിച്ചുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എതിർപ്പുകളും നിലപാടുകളും ശരിതെറ്റുകളും എല്ലാം കണ്ടെത്താൻ ഇതുവഴി സാധിക്കും. എന്നാൽ ഇതിന്റെ പേരിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് വാക്കുകളാലോ ശാരീരികമായ ദുരവസ്ഥകളോ നേരിടേണ്ടി വരുമെന്ന ആശങ്കയുണ്ടെങ്കിൽ ഇതിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് വീട്ടുകാരുമായി നടത്തുന്ന ഇത്തരം സംഭാഷണങ്ങൾ ചില കുടുംബ സാഹചര്യങ്ങളിൽ തുടർന്ന് ചർച്ച ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. എങ്കിൽ കൂടി ഈ ഒരു കാര്യം കുടുംബത്തിലുള്ളവരോട് മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങളോട് കഴിയുന്നത്ര ശാന്തതയോടെയും ആദരവോടെയും സമീപിക്കാൻ ശ്രമിക്കുക. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ പങ്കാളിയെ അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് കൃത്യമായി ചോദിച്ചറിയുക. ഒരുപക്ഷെ നിങ്ങളെ പറ്റിയുള്ള കടുത്ത ആശങ്കകൾ കൊണ്ടായിരിക്കും അവർ അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുടെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആ വ്യക്തിയിൽ നിങ്ങൾ ഇതുവരെ കണ്ടെത്താത്ത ചില അനാരോഗ്യകരമായ പെരുമാറ്റങ്ങളും ജീവിത രീതികളും ഒക്കെ വീട്ടുകാരെ തിരിച്ചറിഞ്ഞതിനാലും ആയിരിക്കാം എതിർപ്പുകൾ ഉണ്ടാകുന്നത്. എതിർപ്പാണ് എപ്പോഴുമുള്ള ഫലമെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചറിയുക. നിങ്ങളുടെ കുടുംബത്തിന് സമാനമായ ആശങ്കകൾ അവർക്കുമുണ്ടോ എന്ന് തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ഏത് പെരുമാറ്റ രീതിയാണ് പ്രശ്നങ്ങൾക്ക് ആധാരമെന്ന് തിരിച്ചറിഞ്ഞ് അവരെ അതിനെക്കുറിച്ച് നയത്തിൽ ബോധ്യപ്പെടുത്താൻ ശ്രദ്ധിക്കുക.
എത്രയൊക്കെ ശ്രമിച്ചിട്ടും വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ ഈ ഒരു ബന്ധം നിങ്ങളുടെ കുടുംബത്തിൽ ദോഷകരമായ ഫലങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരുപക്ഷെ വീട്ടുകാരുടെ അഭിപ്രായത്തെ അവഗണിച്ച് നിങ്ങളെ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾക്ക് തന്നെ മുൻഗണന നൽകുക. എങ്കിൽ പോലും ഇത്തരം തീരുമാനത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് പോലും നിങ്ങൾക്ക് വീട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്താവുന്നതാണ്. കാരണം ഒരുപക്ഷെ ഈ മുമ്പോട്ടുള്ള ജീവിതത്തിൽ വീട്ടുകാരെയും മറ്റും എതിർത്ത് ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യം നിങ്ങൾ ആജീവനാന്തം പിന്തുടരും. അതുകൊണ്ട് കാര്യങ്ങളെ സംയമനത്തോടെ സമീപിക്കാൻ ശ്രദ്ധിക്കണം. പ്രണയവും വിവാഹ ജീവിതവുമെല്ലാം കേവലം രണ്ട് വ്യക്തികളെ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. എല്ലാറ്റിനും ഉപരിയായി രണ്ട് കുടുംബങ്ങളെ കൂടി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഏറ്റവും യുക്തിയോടെ ആയിരിക്കണം വീട്ടിൽ അവതരിപ്പിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക.